അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് ദുഖൂലു ഹഷ്ഫത്തിൻ ഫർജ. ഹഷ്ഫ ഫർജിൽ പ്രവേശിക്കലാണ്. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ ലിംഗാഗ്രം. ചേലാകർമ്മം ചെയ്യുമ്പോൾ കളയുന്ന തൊലിയുടെ ഉള്ളിലുള്ള ഭാഗം, ആ ഭാഗം ഫർജിൽ പ്രവേശിച്ചാൽ രണ്ടു പേർക്കും കുളിക്കൽ നിർബന്ധമാകും. സ്ഖലനമുണ്ടാവണം എന്ന നിബന്ധനയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങി, അത് പൂർത്തീകരിക്കാതെ അവര് അവസാനിപ്പിച്ചു. ഇവിടെ രണ്ടു കൂട്ടർക്കും ലൈംഗിക സുഖം ലഭിച്ചിട്ടില്ല, അഥവാ സ്ഖലനമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഹഷ്ഫ ഫർജിൽ മറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ കുളിക്കല് നിർബന്ധമാകും. ഇനി രണ്ടാലൊരു ലൈംഗിക അവയവം മുറിച്ചെടുത്തതാണെങ്കിലും, അതായത് ഒരാളുടെ ലിംഗം ഛേദിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് അതാണ് ഫർജിൽ പ്രവേശിപ്പിച്ചത്, അല്ലെങ്കിൽ മൃഗത്തിൻ്റെത് അല്ലെങ്കിൽ മയ്യത്തിന്റെ ഒക്കെ ലിംഗമാണ് പ്രവേശിപ്പിച്ചത്, എങ്കിലും കുളിക്കല് നിർബന്ധമാണ്. എന്നാൽ മയ്യത്ത്, അതുപോലെ ഛേദിക്കപ്പെട്ട ലിംഗത്തിന്റെ ഉടമ, ഇവർക്കൊന്നും കുളി നിർബന്ധമാവുകയില്ല. ഇനി ഒരാൾ തന്റെ ഹഷ്ഫ പ്രവേശിപ്പിച്ചത് പിൻഭാഗത്താണ്, എന്നാലും കുളിക്കൽ നിർബന്ധമാണ്. അതിനർത്ഥം പിൻഭാഗത്ത് ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്നല്ല, അത് കടുത്ത തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ വിശേഷിപ്പിച്ചത് മൽഊൻ എന്നാണ്, ശപിക്കപ്പെട്ടവൻ. മാത്രമല്ല, ഈ നീച പ്രവൃത്തി ചെയ്യുന്നവരെ കൊള്ള നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യരുത്, അത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യരുത്. എല്ലാം കടുത്ത തെറ്റാണ്. എന്നാൽ ഒരാളിങ്ങനെ ചെയ്താൽ അവൻ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ കോണ്ടം ഉപയോഗിച്ചാണ് പ്രവേശിപ്പിച്ചത്, അല്ലെങ്കിൽ അശ്രദ്ധമായി പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് പ്രവേശിപ്പിച്ചതാണ്, അല്ലെങ്കിൽ വികാരമില്ലാതെയാണ് ഹഷ്ഫ ഫർജിൽ പ്രവേശിപ്പിച്ചത്, എങ്ങനെയായിരുന്നാലും ശരി കുളിക്കൽ നിർബന്ധമാകും. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത് അൽ ഹൈൽ, അഥവാ ആർത്തവരക്തം നിലക്കുക. ആർത്തവരക്തം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം. അത് പ്രകൃതി അവർക്കുണ്ടാകുന്ന ഒരു രക്തമാണ്. ആ രക്തം പുറപ്പെട്ടാൽ പിന്നീട് നിസ്കാരമൊക്കെ ഹറാമാണ്. രക്തം നിലച്ചതിന് ശേഷം കുളി കഴിഞ്ഞിട്ട് നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹൈലുണ്ടാവാനുള്ള പ്രായത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 9 വയസ്സ്, ഏകദേശം 9 വയസ്സ് പൂർത്തിയാവലാണ്. അപ്പോൾ 9 വയസ്സാകാൻ ഒരു 16 ദിവസത്തിന്റെ താഴെയുള്ള സമയത്ത് രക്തം കണ്ടാൽ അത് ഹൈലാണ്. ഈ വർഷം കണക്കാക്കുക ഹിജ്റ വർഷപ്രകാരമാണ്. ഒരു സ്ത്രീക്ക് ഹൈള് ഏത് വയസ്സ് വരെ ഉണ്ടാവാം, അതിന് പരിധിയില്ല. ഏത് വയസ്സിലും ഹൈൾ ഉണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് 9 വയസ്സ് മുതൽക്ക് എത്ര വയസ്സ് വരെയും ഹൈൾ ഉണ്ടാവാം. സാധാരണയിൽ 62 വയസ്സിലൊക്കെ ആർത്തവം നിൽക്കും എന്ന് പറയപ്പെടാറുണ്ട്. അഖല്ലുൽ ഹൈള്, ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് യൗമും വലൈല, ഒരു ദിവസമാണ്, 24 മണിക്കൂറാണ്. അപ്പൊ അതിന്റെ താഴെയായി രക്തം കണ്ടാൽ അത് ഹൈലല്ല, അത് രോഗമാണ്. ചുരുങ്ങിയത് ഒരു ദിവസം ഉണ്ടാവണം. സാധാരണയിൽ 6 or 7 ദിവസം ഉണ്ടാവും, കൂടിയാൽ 15 ദിവസം. 15 ദിവസത്തേക്കാൾ കൂടിയാൽ അതും ഹൈലല്ല, രോഗരക്തമാണ്. ഒരു സ്ത്രീക്ക് ഹൈലുണ്ടായി ശുദ്ധിയായി അടുത്ത ഹൈലുണ്ടാകുന്നതിനിടയിലുള്ള ശുദ്ധിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം, കൂടിയത് അതിന് കണക്കില്ല. ഒരു സ്ത്രീക്ക് ഒരിക്കൽ ഹൈലുണ്ടായി പിന്നെ ജീവിതത്തിൽ തന്നെ ഹൈലില്ലാതിരിക്കാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 5 or 6 മാസമൊക്കെ ഹൈലില്ലാതെ ഇരിക്കാം, അങ്ങനൊക്കെ സംഭവിക്കാം, അതിന് കണക്കൊന്നുമില്ല. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത് അന്നിഫാസ്, അഥവാ പ്രസവരക്തം നിലക്കല്. ഈ പ്രസവരക്തം എന്ന് പറയുന്നതും ഹൈദ് രക്തം തന്നെയാണ്. അതാ ഗർഭധാരണ മുതൽ ആ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ അടിഞ്ഞുകൂടുന്ന രക്തം, ആ രക്തം പ്രസവിച്ചതിന് ശേഷം പുറത്തേക്ക് പോകും.
അതാണ് നിഫാസ് എന്ന് പറയുന്നത്. ആ നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡാണ്. അപ്പം തന്നെ എന്ത് ചെയ്തോളും, അവസാനിച്ചോളും. കൂടിയാൽ 40 ദിവസം, സാധാരണയിൽ 40 ദിവസം, കൂടിയാൽ 60 ദിവസം, അതിനപ്പുറത്തേക്ക് പോകില്ല. ഇവിടെ നമ്മുടെ സഹോദരിമാരൊക്കെ 40 വരെ സാധാരണ ഉണ്ടാവാറുള്ളത് 40 ദിവസമാണ്. അതുകൊണ്ടാണ് 40 വരെ കിടക്കാറുള്ളത്. എന്നാൽ 40 ആവുന്നതിന് മുമ്പ് തന്നെ രക്തം നിന്നിട്ടുണ്ടെങ്കിൽ, കാരണം ചുരുങ്ങിയത് 1 സെക്കൻഡാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ 40ന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ രക്തം നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രക്തം നിന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയാവണം. അതുപോലെ തന്നെ നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് നിർബന്ധമാവുകയും ചെയ്യും. 40 വരെ കിടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുളിച്ചിട്ട് നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കൽ അവർക്ക് നിർബന്ധമാണ്. കൂടിയാൽ 60 ദിവസം ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ചിലർക്കൊരു ധാരണ ഉണ്ട് 90 വരെ അങ്ങനെ കഴിയണം. അങ്ങനൊന്നുമില്ല, 90 60 ഏറ്റവും കൂടിയാലുള്ള സമയം. ഇതൊക്കെയാണ് ഇതിന്റെ നിയമങ്ങൾ. ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.